നമ്മുടെ മുൻഗാമികളായ മഹാന്മാരായ സഹാബാക്കള് ഇതുപോലെ ധാരാളം സാമൂഹികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരായിരുന്നു. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമല്ലേ കേട്ടോളിൻ, ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ അനുചരായ മുഹാജിറുകളും ഉണ്ടല്ലോ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നു വരുമ്പോ അവർക്കുണ്ടല്ലോ ശുദ്ധമായ ജലം ലഭിച്ചിരുന്നില്ല. ശുദ്ധമായ ജലം അവർക്ക് ലഭിച്ചിരുന്നില്ല. അന്ന് മദീനയിലുണ്ടല്ലോ ശുദ്ധമായ ജലം ലഭിച്ചിരുന്ന, അതായത് ബിഅ്റു റൂമ എന്ന് പറയുന്ന ഒരു കിണറ്റിൽ നിന്നല്ലാതെ മദീനയിലുണ്ടല്ലോ ശുദ്ധമായ ജലം ലഭിച്ചിരുന്നില്ല. ഈ ബിഅ്റു റൂമ എന്ന് പറയുന്ന കിണറാണെങ്കിൽ ഒരു യഹൂദിയുടെ കൈവശമായിരുന്നു. ഒരു തൊട്ടി ജലത്തിന് ഒരു മുദ്ദ് ദാനമാണ് അദ്ദേഹം ചോദിച്ചിരുന്നത്. എന്നാൽ ഇത് പാവപ്പെട്ട മുഹാജിറുകൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഉടൻ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, ഈ റൂമ കിണർ ആരാണോ വാങ്ങിക്കുന്നത്, വെറുതെയല്ല കേട്ടോ, ലഹും ജന്നാതുൻ തജ്രി ലഹും ജന്നാതുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, തേനുകളും അരുവികളും ഒഴുകുന്ന അനുഗ്രഹങ്ങളുടെ പറുദീസയായ സ്വർഗമുണ്ടല്ലോ, അതവനുള്ളതാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പ്രഖ്യാപിക്കുമ്പോ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കടന്നു വന്നുകൊണ്ട് ആ റൂമാ കിണർ വാങ്ങിക്കുകയാ. അതായത് 35,000 ദിർഹം കൊണ്ട് ആ കിണർ വാങ്ങിക്കുകയാ. ഏകദേശം ഇന്നത്തെ കണക്കനുസരിച്ച് 86,27,500 രൂപ കൊടുത്തുകൊണ്ട് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ ആ കിണറുണ്ടല്ലോ വാങ്ങി മുസ്ലിമീങ്ങൾക്ക് വഖഫ് ചെയ്യുകയാ. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അപ്പോ